അള്ളാഹുവിനെ ഒരാൾ അറിഞ്ഞാൽ ഹമല സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും അവന് വഹിക്കാനാകും. അലാ ജഫ്നി ഐനൈഹി, എഴുതിയക്കണേ ശിബിലി തങ്ങൾ ഈ വാക്ക് എഴുതിയക്കണേ ഉപകരിക്കണ വാക്കുകളാ. തഫ്സീർ ബഹറുൽ മദീദിൽ നിന്നും എന്നും എഴുതണം. ബഹറുൽ മദീദിൽ നിന്നാണ് ഇത് വിശദീകരിക്കുന്നത്. 245 അൽ ബഖറ 245 ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഇബ്നു അജീബ തങ്ങൾ ഈ തഫ്സീറിൽ ഈ വാക്ക് കൊടുത്തിട്ടുള്ളത്. 245 അൽ ബഖറയിലെ 245 ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അജീബ തങ്ങൾ ഇത് രേഖപ്പെടുത്തിയിരുന്നു. ഒരാൾ അല്ലാഹുവിനെ അറിഞ്ഞാൽ ഹമല സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും അവന് വഹിക്കാനാകും. എന്തിന്മേൽ വഹിക്കാനാകും? അലാ ജഫ്നി ഐനൈഹി, അവന്റെ കണ്ണിന്റെ പുരികത്തിന്മേൽ വഹിക്കാൻ കഴിയും ആകാശങ്ങളെയും ഭൂമിയെയും. ഇതല്ല ഇതിന്റെ ഇന്നത്തെ ചർച്ച, രണ്ടാം ഭാഗം. വമല്ലം യഅരിഫില്ലാഹ്, ഒരാൾക്ക് അല്ലാഹുവിനെ അറിയില്ലെങ്കിൽ ഇദാ തഅല്ലഖ ബിഹി ജനാഹു ബഊള ലവജ്ജ. വമല്ലം യഅരിഫില്ലാഹ്, ഒരാൾക്ക് അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ലൗ തഅല്ലഖ ബിഹി, അവനെ ഒന്ന് തോണ്ടിയാൽ ജനാഹു ബഊള, ഒരു കൊതുകിന്റെ ചിറക്, ലവജ്ജ, അട്ടസിക്കും. മനസ്സിലായില്ല? ഈ വന്ന ക്ലാസ്സിൽ ഒരു പകുതി ആളും പ്രശ്നത്തിനൊന്നുമില്ല, ഇല്ലെങ്കിൽ ഇത്തരം മഞ്ഞത്ത് വരൂല. ഒരാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചക്ക് ബുക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഉസ്താദേ ഞാൻ അടുത്ത വെള്ളിയാഴ്ച വന്നാൽ എനിക്ക് പിന്നെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളൊന്ന് കാണൂ. നല്ല കാര്യം, തെറ്റൊന്നുമില്ല പറയുന്നത്. പക്ഷെ അപ്പൊ പ്രശ്നമാണ്. ഈ വന്ന ആളുകളിൽ വലിയൊരു ശതമാനവും പ്രശ്നക്കാർ. എന്താ പ്രശ്നത്തിന് ആധാരം? റബ്ബ് നമ്മളെ ഉള്ളിൽ കയറിയില്ല. റബ്ബ് കയറിയില്ലെങ്കിൽ ആര് കയറും? ശൈത്താൻ കയറും. എന്നാ പിന്നെ ഇതൊക്കെ ഉണ്ടാവും. വമല്ലം യഅരിഫില്ലാഹ്, അൽ ബഖറ 245 ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അജീബ തങ്ങൾ ബഹറുൽ മദീദ് തഫ്സീറിൽ കൊടുത്ത വാക്കാണ് വായിക്കുന്നത്. ശിബിലിയിൽ നിന്ന് ഉദ്ധരിക്കണം. എന്താ പറയുന്നത്? വമല്ലം യഅരിഫില്ലാഹ്, എഴുതി വെക്കണേ കുട്ടികളെ. വമല്ലം യഅരിഫില്ലാഹ്, ഒരാൾക്ക് അല്ലാഹുവിനെ അറിയൂല എങ്കിൽ, ഒരു അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, ലൗ തഅല്ലഖ ബിഹി, അവനെ ഒന്ന് തോണ്ടിയാൽ, തൊട്ടാൽ, ഒന്ന് തോണ്ടി, ജനാഹു ബഊള, കൊതുകിന്റെ ഒരു ചിറക് തൊട്ടാൽ പോലും ലവജ്ജ, അവനെ അട്ടാസിക്കും. അള്ളാഹനെ അറിഞ്ഞവർക്കോ ആകാശം ഭൂമിയും കൺപുരികത്തിൽ വഹിക്കാൻ കഴിയും. അള്ളാഹനെ അറിയാത്തവർക്കോ? മനസ്സിലായില്ല? അപ്പോ ഏട്ടന്റെ ഭാര്യ സേർ ചെയ്തതല്ല പ്രശ്നം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറെ ആളുകൾ എന്നോട് പറയാ, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ സേർ ചെയ്തു, ഞങ്ങളെ മൂത്താപ്പാന്റെ ഭാര്യ മൂത്തമ്മങ്ങളെ വല്യാപ്പാക്ക് സേർ ചെയ്തതാണ്. ഇതാണ് നീ പറയാൻ പോണത്. നിങ്ങൾ പറയാൻ പോണത് ഞാൻ നേരത്തെ തന്നെ അഡ്വാൻസായി പറഞ്ഞുതരാം. അവർ സേർ ചെയ്താണ്, അങ്ങനെയാണ്, ഇങ്ങനെ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളതിന് പേടിക്കണ്ട. ഒരു സേർ ചെയ്യൂല എന്ന് എനിക്ക് വാദമല്ല. സേർ ചെയ്യും. പണ്ട് കുറഞ്ഞ സേറൊക്കെ ഉള്ളൂ, ഇപ്പൊ സേറോട് സേറാ. സേറിന് ഇങ്ങനത്തെ ഒരു കാലം ഇനി വന്നിട്ടില്ല, ഇനി വരില്ല. 2024 ഭയാനകമായിരിക്കും 2025 സേർ. അതിനേക്കാൾ 2026 സേർ. എന്തുകൊണ്ട്? സയ്യിദു സഹറ വരാനായി. അപ്പോൾ ഓൻ്റെ വർക്കാണ് നടക്കുക. പ്രധാനമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ പട്ടാളാണ് ഇവിടെ എന്നറിയാം അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പ്രധാനമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ പട്ടാളം എന്നറിയും, മുഖ്യമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ പോലീസ് എന്നറിയും, ദജ്ജാൽ വരികയാണെങ്കിൽ സാഹചര്യങ്ങൾ അറിയും. എന്തതിനെ കുറിച്ച് പറയാനുള്ള കാര്യം? അതിനൊക്കെ ജനങ്ങൾ ഭയപ്പെടുകയും ചെയ്യും. മിനിഞ്ഞാന്നൊരു റിപ്പോർട്ട് വന്നു. എന്താണ്? ഒരാൾക്ക് കുട്ടികളുണ്ടായില്ല. അപ്പോൾ ഒരു ചികിത്സാരി എന്ത് പറഞ്ഞു? ഒരു കോഴിയെ വിഴുങ്ങിക്കളാം. ഇവനെ ഭൂലോകത്ത് അന്തള്ളോ നാട്ടിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ കോഴിനെ വിഴുങ്ങും. മരിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? കോഴിനെ ജീവനോടെ വിഴുങ്ങ്. എന്തെങ്കിലും ഒരു അന്തമുണ്ട്. അന്തം വേണ്ട, അന്തള്ള വഴി കൂടി നാട്ടിലെ വഴിയിൽ കൂടെ ഒന്ന് വയ്യറന്നാൽ മതി. ജീവിതത്തിൽ ഒരിക്കൽ വയ്യറന്നാൽ മതി. മരിച്ചു. മരിച്ചില്ലെങ്കിൽ നമ്മൾ ഓനെ പോയി ബർക്കത്തെടുക്കണം. എന്തുകൊണ്ട്? ഓനാണ് കറാമത്ത്. ചിന്തിക്ക്. എന്തിനെ? കുട്ടികളുണ്ടാവണം, ജീവനോട് വിഴുങ്ങും. എന്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാണ്? ആര് പറ്റിക്കുന്നു? ഇത്തരം ആളുകൾ പറ്റിക്കാണ്. എന്തുകൊണ്ട്? വലിയ ആൾ വരാനായി. ഓരോരുത്തരും വരുമ്പോ അവരാളുകളാണല്ലോ എന്നറിയാം.
വലിയ ആൾ വരാനായി, നീ പറ്റിക്കലോട് പറ്റിക്കലായിരിക്കും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്, ഒരു ചികിത്സാരിയുടെ അടുത്തേക്ക് അറിഞ്ഞും അന്വേഷിച്ചുമല്ലാതെ ഒരാളും പോകരുത്. ഉള്ള ഈമാൻ അവർ നശിപ്പിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മളെ പ്രശ്നം ചികിത്സാരിയുടേതല്ല. നമ്മളെ പ്രശ്നം മൂത്താപ്പാന്റെ ഭാര്യയുടേത്, മൂത്തമ്മാൻ്റെതല്ല. നമ്മളെ പ്രശ്നം നമ്മളെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മക്കളതല്ല. നമ്മളെ പ്രശ്നം പണ്ട് നമ്മൾ പാർത്തിരുന്ന അയൽവാസിയുടേതും അല്ല. നമ്മളെ പ്രശ്നം നമ്മുടേതാണ്. നമുക്ക് എന്താ പ്രശ്നം? നമുക്ക് അല്ലാഹുവിനെ അറിയൂല. ഇനി അള്ളാഹിനെ എങ്ങനെ അറിയാം? ഒരാൾ കൊല്ലത്തുനിന്ന് വിളിക്കാം, ഉസ്താദേ അള്ളാഹിനെ അറിയാൻ എന്താ വഴി? അതായത് ഒരു 99 ഉറുപ്പിയാണ് കയറ്റി കഴിഞ്ഞാൽ ഭൂലോകത്ത് മുഴുവൻ ഒരു മാസം വിളിക്കാം. നിങ്ങളിൻ്റെ കൂടെ അല്ല. പണ്ടങ്ങനെയല്ല. പണ്ട് ഒരു ഫോൺ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു 60 പൈസ പോകും, 70 പൈസ പോകും. ഇപ്പം അങ്ങനെ പൈസ ഒന്നും പോകില്ല. ഇപ്പൊ അൺലിമിറ്റഡാണ്. എന്ത് പറയണ കുട്ടികളെ പറയും. അള്ളാഹുവിനെ അറിയണം. എവിടെ ഇരിക്കണം? കൊല്ലത്തുനിന്ന് ഒരാൾ ഈ ആഴ്ച വിളിക്കുന്നത്. അള്ളാഹിനെ അറിയാൻ എന്താണ് വഴി? അവർ മൊബൈലിൽ എടുക്കാതെ ഒരു മൗലിയുടെ പേരിന് അടിക്കുക. അള്ളാഹിനെ അറിയാൻ എന്താ വഴി? അയ്യേ, ഈ ദുനിയാവിൽ അള്ളാഹിനെ അറിയില്ല. ദിവസം 1000 ഇസ്തിഗ്ഫാർ ചെയ്തില്ലെങ്കിൽ എന്താ വിചാരിച്ച് അള്ളാഹ് പറയാൻ എന്താ ചക്കരപ്പൊടിയോ? അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ മൊബൈൽ ഫോണിലൂടെ? എന്താണ് ഇസ്തിഗ്ഫാറുല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന്മാരെ എന്തെങ്കിലും അള്ളാഹിനെ അറിയും. എടാ, ഒരു പെണ്ണ് കെട്ടിച്ചേരും, പെണ്ണിന്റെ തറവാട്ടുകാരി പെണ്ണെട്ടിച്ചേരണമെങ്കിൽ അതിന്റെ തന്തക്ക് നിങ്ങളെ മകളെ കെട്ടിച്ചേരുമെന്ന് വിളിച്ചോട് ചോദിച്ചാൽ ഓടപണി നോക്കിയെന്നറിയില്ലേ? തന്തിയും തറവാടുള്ളൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ മര്യാദയ്ക്ക് മാനമര്യാദയ്ക്ക് ആളെ പറഞ്ഞയച്ച് പോയി 3-ാം ദിവസം പോയി കണ്ട് പെണ്ണിനെ പറ്റി കണ്ട് വൃത്തിയായി കാര്യങ്ങൾ പറ്റിയാലും പറ്റിയില്ലെങ്കിൽ അയാൾ തറവാട്ടിൽ പോയി എന്തേ വേണ്ടേ? മൊബൈൽ ഫോണിൽ വിളിച്ചാൽ പെണ്ണിനെ കെട്ടിച്ചേരും. നിനക്ക് എന്താ അറിയേണ്ടത്? ഈ ആഴ്ച ഒരാളിനെ വിളിച്ചിട്ടുണ്ട്. അള്ളാഹിനെ അറിയണ്ട. അള്ളാഹിലേക്ക് എടുക്കണം, എന്റെ ബാപ്പയിലേക്ക് എടുക്കും. എന്ത് വിചാരിച്ച്? 1000 മൈൽ യാത്ര ചെയ്ത മാന്മാരാണ് അള്ളാഹുവിലേക്ക് എത്തിയത്. ബോധം കിട്ടും. അവരെ പേരിൽ നിന്ന് നമ്മൾ തിന്നാണ്. അവർ തിന്നാതെ ബോധം കിട്ടുന്നവരാണ്. നമ്മൾ CM-ന്റെ പേരിൽ നേർച്ചുണ്ടാക്കി തിന്നും. CM ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം യാത്ര ചെയ്താണ്. ആരറിയാൻ വേണ്ടി? അള്ളാഹിനറിയാൻ വേണ്ടി. ഇന്ന് അവർ നമുക്കൊരു വരുമാനമാണ്. അവരോ ഒരു വരുമാനമില്ലാതെ ജീവിച്ചവരാ. ചിന്തിക്ക് തന്നെ ചിന്തിക്ക്. ഊണും ഉറക്കമ്മതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പോറുത്ത് നടന്നോവർ, 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന ഏകൽ കേട്ടാരേ ഇരുന്നോവർ. ഊണും ഉറക്കമൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പൊറുത്ത് തിന്നിട്ടില്ല, കുടിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, തിന്നിട്ടില്ല, കുടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആരറിയണം? അല്ലാഹ്. തിന്നതിന്റെ ദോഷം ഉണ്ടാവും. കുടിച്ച ഹലാലന്നെ എന്നാലും അതിന് ദോഷം ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഡ്രൈവർമാർ കുറച്ച് കഴിക്കും. എന്തോ പറയാം, എന്തേ ആറാമായതുകൊണ്ട് കഴിക്കുക അല്ല, അതിൻ്റെ ഒരു സ്വാധീനം ബോഡിയിലുണ്ടാവും. ഡ്രൈവിങ് ചെയ്യുന്നതിനിടയിൽ ഉറങ്ങും. മുതലാളിക്ക് പള്ളർച്ച് മുണങ്ങ. കാരണം മൂപ്പര് സീറ്റ് ബെൽറ്റ് കെട്ടിയിട്ട് ഉറങ്ങ. മൂപ്പർക്ക് പറ്റൂല, കാരണം വണ്ടി വിടുക. മനസ്സിലായോ? അവൻ കുറച്ച് അല്ലെങ്കിൽ എന്ത് പറയും? എൻ്റെ ഒരു കേസിലാക്കി തന്നാളി, ഞാൻ പരിപോയി തന്നോളാം. എൻ്റെ വണ്ടി വിടാൻ കഴിയില്ല. ഹലാലാണെങ്കിലും തിന്ന സ്വാധീനം ഉണ്ടാവും. ദുനിയാവിലെ ഹറാമ് നിറഞ്ഞതുകൊണ്ടാണോ ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ഹലാല് തിന്നാൻ കിട്ടാത്തതുകൊണ്ടാണോ തിന്നാത്ത്? എന്റെ അതിൻ്റെ ഒരു മന്ദപ്പുണ്ടാവും. ഇത് ഉണർന്നു നിൽക്കണം. ഞങ്ങളോട് പറഞ്ഞില്ലേ അങ്ങനത്തെ ആളുകളുണ്ട്, ഇന്നുണ്ട്, ഇത് അവസാനിച്ചിട്ടില്ല, ഇന്നുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എന്തിനാ തിന്നാ? ഫോണിൽ വിളിക്കാം, അല്ലാഹുവിലേക്ക് എടുക്കണം. എന്താണ് വഴി? ജാരിക്കെ വിളിച്ച് ഓൻ അള്ളാഹ്ക്ക് അടുത്തവനാണ്. ഞാൻ ആരാ? അള്ളാഹിന്റെ ഓഫീസ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാൽ മീൻ പറയാം. അള്ളാഹു പിന്നെ തിരക്കടില്ല. നമ്മളെല്ലാവരും വന്ന്, നിങ്ങൾ 4 ആൾ വന്ന് അല്ലെങ്കിൽ ഒരാൾ വന്ന് ഒരു മേശൻ്റെ അടുക്കലിരുന്ന് ഉസ്താദേ അള്ളാഹുവിലേക്ക് എടുക്കാം, നിങ്ങൾക്കറിയണ വല്ല വഴിയുണ്ടോ?
അപ്പോൾ ഉസ്താദിനും അറിയില്ല, ഓനും അറിയില്ലെങ്കിലും രണ്ടാളും കൂടി സംസാരിച്ചാൽ ചിലപ്പോൾ ഒരു വഴിയിൽ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ എത്താം. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്താ വിചാരിച്ചത്? ഈ ഫോൺ എന്ന് വന്നോ അതോടുകൂടി നമ്മളെ കഥ കഴിഞ്ഞു. ഇതൊക്കെ പറയാൻ മനസ്സിലൊരു മടിയുമില്ല. ഞാൻ കൊല്ലത്തിനാ വിളിക്കണം, കള്ളവിലേക്ക് എടുക്കണം, എന്താണ് പോയി ചിന്തിക്കുക. ആയിരക്കണക്കായ ബോധം കെട്ട് വീണു ഇമാം ബുഖാരി തങ്ങൾ. ബോധം കെട്ടു വീണു. നാട്ടിൽ നിന്ന് മുഴുവൻ പുറത്താക്കി. എവിടെ ചെന്നാൽ പുറത്താക്കും. എന്തുകൊണ്ട്? അക്കേ പറയുള്ളൂ. ആ നാട്ടിൽ അക്കനെതിരെ നടക്കണമെങ്കിൽ പറയും, അപ്പൊ പുറത്താക്കും. 180 ചില്ലാനം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ജനാവലി ഏറ്റിക്കൊണ്ടുവന്ന ആളാണ് നൈസാപൂരിലേക്ക് ദർസിന് കൊണ്ടുപോയത്. ദർസ് തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞില്ല, അപ്പോഴത്തിന് ഫിത്ന ഉണ്ടായി. പ്രശ്നത്തോട് പ്രശ്നം. മഹാനായ അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞാളി, അങ്ങനത്തെ ഒരു ആൺകുട്ടി പിന്നെ ലോകത്തില്ല. അങ്ങനത്തെ ഒരു ആൺകുട്ടി ഹദീസിന്റെ ഫന്നിൽ അങ്ങനെ ഒരു ആൺകുട്ടിയെ പിന്നെ ലോകം പ്രസവിച്ചിട്ടില്ല. റളിയല്ലാഹു അൻഹു പുറത്താക്കി. എല്ലായിടത്തും പുറത്താക്കിയപ്പോൾ ബുഖാറയിൽ വന്നു, സ്വന്തം നാട്ടിൽ. അല്ലാതെ അറിഞ്ഞവർക്ക് ഒരു നാട്ടിലിരിക്കാൻ കഴിയില്ല, അവനെ പുറത്താക്കും. വളരെ വളരെ ചിന്തിക്കാം. അള്ളാഹനെ അറിഞ്ഞവർ ഒരു നാട്ടിലുണ്ടെങ്കിൽ 99% അള്ളാഹനെ അറിയാത്തലും പുറത്താക്കും. കാരണം പെരുമാറുകൾക്ക് സഹിക്കാൻ കഴിയില്ല, അവരെ രീതി പെരുക്കും സഹിക്കാൻ കഴിയില്ല. വളരെ ചിന്തിക്കണം. നാട്ടിലെത്തി, നാട്ടിൽ നിന്ന് പുറത്താക്കി. നാട്ടിൽ നിന്ന് പുറത്ത് 62 വയസ്സാണ്. നടന്ന് തളർന്ന കാല അള്ളാഹു വേണ്ടി നടന്ന് എത്ര തവണയാണ്, എത്ര ദിവസമാണ് ഭക്ഷണം കഴിക്കാതെ ബോധം കെട്ട് വീണത് കയ്യും കണക്കൂല്ല. ഇമാം ബുഖാരി ഞാൻ ബുഖാരി ഇമാമിന്റെ മഖബറയിൽ പോയിട്ടുണ്ട്. യാ റബ്ബേ, എന്താണത് കാണാനുള്ള ഒരു ചന്തം. കോടാനക്കോടിയാണ് ഉസ്ബെക്കിസ്ഥാൻ സർക്കാർ കോടാനക്കോടി രൂപ ഇമാം ബുഖാരി തങ്ങളുടെ മഖബറയിൽ ചെലവാക്കി. കോടാനക്കോടി രൂപ. അത്രയും മനോഹരാണ്. അങ്ങനെ ആലോചിക്കൂ. ചോദിച്ചു അവിടെ ചെന്ന്, പഠിച്ചവനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് കിട്ടിയിരുന്നെങ്കിൽ ബോധം കെടൂലായിരുന്നു. മനസ്സിലായില്ലേ? പോയി സമർക്കന്ദിൽ എത്തിയില്ല. സമർക്കന്ദിലേക്ക് അവർക്ക് എത്തിയില്ല. ഒരു ഗ്രാമത്തിൽ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ആ ബന്ധുവിന്റെ വീട്ടിൽ റമളാനിൽ താമസിച്ചു. റമളാൻ അവസാനിക്കുന്ന രാത്രി ദുആ ചെയ്തു അത്രേ, റബ്ബേ ഒരാൾക്കും എന്നെ വേണ്ട, നിനക്ക് വേണമെങ്കിൽ ഈ രാത്രി നീ പിടിക്കുക. ആ രാത്രി മരിച്ചു. മറവ് ചെയ്തപ്പോഴോ, മറവ് ചെയ്തപ്പോൾ രണ്ട് വെളിച്ചം കണ്ട് പൊങ്ങിയ ഖബറിന്റെ അവിടുന്ന്, ഖബറിൽ നിന്ന്. ഇത് ഇബ്നു കസീറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കും, ഇത് ഖുറാഫാത്തല്ലേ മൂല്യരെ, ഇത് എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയത്? ഇത് ശരിയാണെന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീറിന്റെ ഒരു ഉസ്താദ് ഇബ്നു തൈമിയ്യാണ്. അതുകൊണ്ട് അങ്ങനെ നിഷേധിക്കാൻ പറ്റൂല. ഇവിടുത്തെ വിദേഹത്തിൻ്റെ വലിയിരിക്കും. അല്ലാമ ഇബ്നു കസീറും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പൊങ്ങി. ഖബറിൽ നിന്ന് ആകാശം മുട്ടേ ഒരു വലിയ പ്രകാശം പൊങ്ങി. ഇത് കാണാൻ വേണ്ടി ആളുകൾ വന്നിരുന്നു. പിന്നെ 10,000-കണക്കിന് ആളുകൾ നിറഞ്ഞു ഖബറിന്റെ പരിസരത്ത്. അപ്പോൾ രാജാവ്, അവിടെ ഭരിക്കുന്ന രാജാവ് ബാരിക്കേഡുകൾ കെട്ടാൻ കൽപ്പിച്ചു. കാരണമുണ്ടായി, ഒരു പ്രത്യേകമായ സുഗന്ധം ആ മണ്ണിന് പരിസരത്ത് മുഴുവൻ. ജനങ്ങൾ ഈ മണ്ണ് മാന്തി കൊണ്ടുപോകും. അപ്പോൾ ബാരിക്കേഡ് കെട്ടി. മനസ്സിലായില്ലേ? അവർ ജീവിതത്തിൽ അനുഭവിക്കാത്ത സുഗന്ധം. എവിടുന്ന്? അപ്പോൾ പുറത്താക്കിയ നാട്ടുകാർ പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞില്ലേ? വെച്ച് കളഞ്ഞു. അപ്പോഴത്തെ മരിച്ചില്ലേ? പുറത്താക്കിയ നാട്ടുകാർ എല്ലാവരും, രാജാവടക്കം എല്ലാവരും പൊട്ടി കരഞ്ഞു. കഴിഞ്ഞില്ലേ? കഥയില്ലേ? എന്താ പ്രശ്നം? അള്ളാഹ് അറിഞ്ഞു. ആയുസ് മുഴുവൻ തെണ്ടി നടന്നതാ. ചിന്തിക്ക്. കിതാബ് താരിഖുൽ കബീറും മറ്റും ബുഖാരിയും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പലപ്പോഴും റൗളയിൽ വന്നിരിക്കും. റൗളയിൽ നിസ്കാരം കഴിഞ്ഞാൽ വളക്കണക്കും. പിന്നെ റൗളയിൽ ഇരുന്നെഴുതും. അപ്പോൾ എന്ത് ചെയ്യും? കയ്യിൻ്റെ വിരൽ പ്രകാശിക്കും. അങ്ങനെ കിതാബ് എഴുതി കഴിഞ്ഞിട്ട് ഉസ്താദിന് കൊണ്ടേ കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഇത് മനുഷ്യന്മാർക്ക് കഴിയൂല, ഇത് മനുഷ്യന്മാർക്ക് കഴിയൂല കേട്ടോ, ഇത് മനുഷ്യന് കഴിയുന്നത്. ഇത് മനുഷ്യനെ എഴുതിയ പുസ്തകമേ അല്ല, ഇത് മനുഷ്യനെ എഴുതിയ കിതാബേ അല്ല. ഉസ്താദ് പറഞ്ഞു.
മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. കഴിയും. എന്തുകൊണ്ട്? ആകാശങ്ങളും ഭൂമിയും കൺപുരികത്തിന്മേലും വഹിക്കാൻ അവർക്ക് കഴിയും. എന്തുകൊണ്ട്? അല്ലാഹുവിനെ അറിയുന്നവർക്ക് ആകാശം ഭൂമിയും കൺപുരികത്തിന്മേൽ വഹിക്കാൻ കഴിയും. ഒന്നും നടക്കാത്തൊരു കാര്യമല്ല. ഇത് നടക്കും. ചിന്തിക്ക്, 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 ചിന്തിക്ക്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അടികൊണ്ടു ഖുർആനെ പറ്റി രാജാവിൻ്റെ ആളുകളും ഒരു മോശപ്പെട്ട വാക്ക് പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു മഹാനായ അബൂ അബ്ദില്ലാ അഹ്മദ് ബിൻ ഹംബൽ ഒക്കെ പറഞ്ഞട്ടാ. ഭയങ്കര മഹാനാണേ. അല്ലാഹുവിന്റെ മഹാൻ, വലിയ മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ. സയ്യിദുൽ മുതവാദിഈൻ, വിനയാന്വിതരുടെ നേതാവാണ് അഹ്മദ് ബിൻ ഹംബൽ. രാജാവ് കൊണ്ടുപോയി അടിച്ചു, ജയിലിട്ട് അടിച്ചു. എന്നിട്ട് വാക്ക് മാറ്റില്ല. പിന്നെ എന്ത് ചെയ്തു? പിന്നെ രക്തം മൂത്രിക്കാൻ തുടങ്ങി. പിന്നെ ആ ജയിലിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മരണപ്പെട്ട ദിവസം 10,000 ജൂത ക്രൈസ്തവർ മുസ്ലിമായി. മരിച്ച ദിവസം 10,000 ജൂത ക്രൈസ്തവർ മുസ്ലിമായി എന്ന് താരീഖിൽ കാണാം. 10,000 മരിച്ച ദിവസം. 10,000 ജൂത ക്രൈസ്തവർ മുസ്ലിമായി. നിർബന്ധിച്ച് മതം മാറ്റി എന്ന് പറയാൻ പറ്റില്ല. മരിച്ച ദിവസം എന്റെ ഒരു ആരിഫ് മരിച്ചാൽ പോലും അത് ഖൈറാണ്. ഒന്നും അടിമുഴം കൊണ്ടു. എന്തുകൊണ്ട്? ഒരാൾക്ക് അള്ളാഹിനെ അറിയില്ല. എങ്ങനെ അള്ളാഹിനെ അറിയൽ? അള്ളാഹിനെ അറിയാൻ ശ്രമിക്കുക. അപ്പൊ അള്ളാഹിനെ അറിയും. അള്ളാഹിനെ അറിയുമ്പോൾ ആ വാതിൽ ആര് തുറക്കും? ആര് തുറക്കും? അള്ളാഹു തുറക്കും. ഹറാമായ ഭക്ഷണം ഒഴിവാക്കി, രീതികൾ ഒഴിവാക്കി, ഒക്കെ ഒഴിവാക്കി അള്ളാഹിനെ അറിയണമെന്ന് ആഗ്രഹമായി. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ നിന്നും അള്ളാഹിനെ അറിയും. ബിസ്മി മതി അള്ളാഹിനെ അറിയാൻ. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനൊരു വാതിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ഓരോ ആയത്തിനും വാതിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ലികുല്ലി ആയത്തിൻ ലഹ്റുൻ വ ബത്നുൻ, എല്ലാ ആയത്തിനും ഉള്ളുമുണ്ട് പുറവുമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും അല്ല, മുത്തുനബി പറഞ്ഞു. എല്ലാ ആയത്തിനും ഉള്ളുണ്ട് പുറമുണ്ട്. നമുക്ക് പുറം അറിയും, ഉള്ളറിയില്ല. ലികുല്ലി ആയത്തിൻ ലഹ്റുൻ വ ബത്നുൻ, എല്ലാ ആയത്തിനും ഉള്ളുമുണ്ട് പുറവുമുണ്ട്. വലികുല്ലി ആയത്തിൻ ഹദ്ദുൻ വ മത്ലഉൻ, ഒരായത്തിന്റെ ആശയത്തിനൊരു സമാപനമുണ്ട്, അവിടെ വേറൊരാശയത്തിന്റെ ഉദയമുണ്ട്. യാ അല്ലാഹ്, മനസ്സിലായില്ല? ഒരായത്തിന്റെ ഒരാശയത്തിന് ഒരു പരിധി ഉണ്ടാവും, അവിടുന്ന് അടുത്ത ആശയത്തിന്റെ ഉദയം ഉണ്ടാവും. എത്ര അറിയില്ല. ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ അർത്ഥം എന്താണ് അറിയില്ല. നമ്മൾ മനസ്സിലാക്കിയ അർത്ഥത്തിന് ഒരു പരിധി ഉണ്ട്, അവിടെ പുതിയ ആശയം ഉദിക്കും. അതോ അത് വേറെ അതിർത്തിയിൽ അവസാനിക്കും, അവിടുന്ന് പുതിയ ആശയം ഉദിക്കും. ഒരായത്ത് എന്നാരാ പറഞ്ഞത്? പുണ്യ മുഹമ്മദ് മുസ്തഫ. അവസാനിക്കൂല. നിങ്ങൾക്ക് വാതിൽ അള്ളാഹു തുറക്കും. അള്ളാഹുവിന്റെ വാതിൽ അള്ളാഹുവല്ലേ തുറക്കണ്ടേ? ചിന്തിക്ക്. ഒരു വാക്കുമൽ വാതിൽ തുറക്കും. അതിന് ആയത്തായിക്കോളൊന്നുമില്ല, ഹദീസ് തുറക്കും. എന്തുവരെ തുറക്കും? ഈ ശിബിലി മരിക്കുന്ന രാത്രി മുഴുവനും, അല്ലാമ ശിബിലിയുടെ വാക്കാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. ശിബിലി തങ്ങൾ മരിക്കുന്ന ദിവസം മുഴുവനും, ആ രാത്രി മുഴുവനും ചെല്ലിയ ഒരു ബൈത്തുണ്ട്. ആ ബൈത്ത് നിങ്ങൾക്ക് അറിയും ചെയ്യും. അത് ശിബിലി മരിക്കുന്ന രാത്രി ചെല്ലിന്നറിയില്ല എന്നേ ഉള്ളൂ. إن بيتا أنت ساكنه ليس محتاجا إلى سروج وجهك والله حجتنا يوم يأتي الناس بالحجج صل رب العالمين على سيد الكونين والسروجين إن بيتا أنت ساكنه ليس വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. എൻ്റെ ബാപ്പ ചെല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് അതുപോലത്തെ വാപ്പരെന്ന് കിട്ടിയതായിരിക്കും.
വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. പിന്നെ അവിടെ വിളക്ക് വേണ്ട. ആ വീട്ടിൽ ഏടാ വീട്, മുമ്മിന്റെ വീട് അവന്റെ കൽബാണ്. അവിടെ അള്ളാഹു റസൂൽ പാർക്കും. പിന്നെ അവനൊന്നും ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല, കട ഉണ്ടാവില്ല. കടം റസൂലാക്കില്ലേ വഫാത്താവുമ്പോ അത് വിഷയമാണോ? അവന് കമ്മിയില്ലേ? കമ്മി ഉണ്ടാവണല്ലോ. വല്ലാഹു യഖ്ബിളു വയബ്സുതു വഇലൈഹി തുർജഊൻ. വല്ലാഹു യഖ്ബിളു വയബ്സുതു വഇലൈഹി തുർജഊൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഇത് പറയുന്നത്. അൽ-ബഖറ 145. അല്ലാഹു യഖ്ബിളു, ഞെരുക്കം തരുന്നവൻ അല്ലാഹുവാണ്. വയബ്സുതു, വിശാലത തരുന്നവനും അല്ലാഹുവാണ്. ഓ, ഈ പ്രശ്നം എന്താ? നമുക്കൊരു ദാരിദ്ര്യം വന്നു, അത് ആരറിയും? ഇതിന്റെ ആളും ആരാണ്? വല്ലാഹു യഖ്ബിളു വയബ്സുതു. നിന്റെ രീതികൾ മോശമായി. അപ്പോൾ അള്ളാഹു ഒന്ന് പിടിച്ചു. ഈ കണ്ടത് മുഴുവൻ ചെലവാക്കി. മകളെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊലഞ്ഞു. എന്തേ? അള്ളാഹുക്ക് പിന്നെ തരാൻ കഴിയും. ഒന്ന് പിടിക്കണം, ഇല്ലെങ്കിൽ നല്ല എനിക്ക് മരിക്കൂല. കച്ചവടം മകളെ കല്യാണം കഴിഞ്ഞോടുകൂടെ കച്ചവടം കുറിഞ്ഞു. എന്തേ? അന്നത്തെ രാത്രി കാട്ടിക്കൂട്ടിയ തോന്നിയാസം പിടിച്ചു. പിന്നെന്തായി? എന്തേ, ശരി തന്നെയല്ലേ? അങ്ങനെയുള്ളവരില്ലേ? പെരപ്പണി കഴിഞ്ഞപ്പോൾ തൊലഞ്ഞു. എന്തേ? തരാണ്ട, നിനക്ക് വേണ്ട, പരിധിയിലെ പരമാവധി. പിന്നെ കരഞ്ഞു. പിന്നെ എല്ലാ ദിവസം കരയും, റബ്ബേ റബ്ബേ റബ്ബേ, കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. പിന്നെ അള്ളാഹു തുറന്നു കൊടുത്തു. അല്ലാഹു യഖ്ബിളു, ഞെരുക്കം തരുന്നവൻ അല്ലാഹുവാണ്. വയബ്സുതു, വിശാലത തരുന്നവനും അല്ലാഹുവാണ്. വഇലൈഹി തുർജഊൻ, അവങ്കിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അപ്പൊ ദാരിദ്ര്യം ഇന്ന് പൈസ ഇല്ല. എന്താ കാരണം? അല്ലാഹു. എന്തേ അള്ളാഹ് അങ്ങനെയാക്കി? എന്റെ തോന്നിയാസം. മകളെ കെട്ടിച്ചപ്പോൾ ചെലവാക്കിയപ്പോൾ തൊലഞ്ഞതല്ല, ആ കെട്ടിച്ച രാത്രി കാട്ടിക്കൂട്ടിയ തോന്നിയാസം കണ്ടപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? ഒന്നാണ് മുറുക്കി. അങ്ങനെ കളിക്കണ്ട. നല്ലവനായി മരിക്കേണ്ടവനാണ്. അങ്ങനെ ചെയ്യാൻ മരിക്കൂല. എന്നാ പിന്നെ തരികയാണെങ്കിൽ അടുത്ത മകന്റെ കല്യാണത്തിന് അതിനേക്കാളും വലിയ അമിതാഭ് ബച്ചനെ കൊണ്ടുവരും. പിടിച്ചു. പിന്നെ അള്ളാന്ന് ചിന്തല്ലാതെ മരിക്കും. മനസ്സിലായില്ലേ? അന്ന് പിടിച്ചു. പിന്നെ മജ്‌ലിസുൻ നൂറായി, കരച്ചിലായി, പിടിച്ചലായി, അങ്ങനെയായി ഇങ്ങനെ. പിന്നെ മോദിയന്മാരോട് കടം പറഞ്ഞാണ്ട് അസ്മാ ബദർ ചെല്ലിക്കലായി. കൈ കൊടുക്കാൻ പൈസ കൊടുത്തിട്ടില്ല. പിന്നെന്ത്? പല ആളുകൾ എന്തായാലും ഖുർആൻ വന്നിട്ട് എന്നോട് പറയല്, കച്ചവടം ആകെ പൊളിഞ്ഞ് പാപ്പറായി വരികയാണ് ഉസ്താദ്. അൽഹംദുലില്ലാ, കച്ചവടമൊക്കെ നല്ല നടന്ന കാലത്തോ ഈ ബൈക്കോനെ കണ്ടിട്ടേ ഇല്ല. ഇപ്പോനോട് ഏതെങ്കിലും ഒരു അതിന് ആ 4 ഫില്ലറിനൊരു 30 സിമെന്റ് കൊടുക്കുന്നവരെ ഇപ്പോനോട് പറയാനും പറ്റൂല. കാരണം പോനെ എന്താണ് ബസ്സിന്റെ കൂലി നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അവനെ പറഞ്ഞേക്കേണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞയച്ച ഒരുപാട് ഉണ്ട്. ഞാൻ വലിപ്പത്തിനെ പറയല്ല, ഒരു ഉദാഹരണം പറഞ്ഞു. വന്നിട്ട് ബസ്സിന്റെ കൂലി കൊടുത്തയച്ചവരും ഉണ്ട്. ഈ അടുത്ത ദിവസം വരെ ഉണ്ട്. വലിപ്പത്തിലല്ല, ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാ. നീ കച്ചവടം കുശാറാവും. പിന്നെ അവനെ അവയെക്കൂട്ട് കാണൂല. പിന്നെ ആരെങ്കിലും നമ്മളൊക്കെ ഒരു മൊബൈലിന്റെ ക്ലിപ്പ് കാണുന്ന സമയത്തും പറയാ, എനിക്കും പരിചയമുണ്ട്. പിന്നെ മൂപ്പര് എന്തൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ ഒഴിവാക്കി. ഒഴിവാക്കിയതോടെ എന്റെ കഥ കഴിഞ്ഞ്. തല കൊടുത്ത് ചിന്തിച്ചു. ഒരാളെ ഏറ്റിട്ടൊന്നും കാര്യമല്ല. ഒരാൾ ഒഴിവാക്കിയ നഷ്ടമല്ല, അള്ളാഹ് ഒഴിവാക്കിയ നഷ്ടം. ഈ ലോകത്തുള്ളവർ മുഴുവനും നമ്മളെ ഏറ്റിട്ട് എന്താ കാര്യം? അവരുടെ ആ 2 എന്താ പറയുക, നട്ടലിൻ്റെ താഴെയുള്ള ദ്വാരത്തിലൂടെ വരുന്ന ആ വൃത്തികെട്ട ദുർഗന്ധം കൂടി നമ്മൾ വാസനിക്കേണ്ടിയിരുന്നല്ല. അതെന്താ പേര് കാര്യമുള്ളത്? എന്താ കാര്യം? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മൾ ഏറ്റെടുത്താലോ? പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, ഒരാൾ പേടിക്കണ്ട. അപ്പൊ നോക്ക് നിങ്ങൾ. അപ്പൊ ഇവിടെ കുഴഞ്ഞ ആളുകളെ വലിയ ശതമാനം വന്ന് ആരെ കുഴക്ക്? ആളെ കണ്ടുപിടിക്ക. ക്രൈംബ്രാഞ്ച് പറയേ, നമ്മളെ കുഴക്കിയ ആളെ ഈ ക്ലാസ്സിൽ കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. നമ്മളെ കുഴക്കിയതാരാ? അള്ളാഹു. അള്ളാഹു യഖ്ബിലു, അള്ളാഹു യബ്സുത്തു യഖ്ബിലു പറഞ്ഞ ഒരു സുഖമുള്ള വാക്കാണത്. ആദ്യം പറഞ്ഞത് അള്ളങ്ങളെ ഞെരുക്കുന്ന, പിന്നെയാണ് വിശാൽ ചെയ്യുന്നത്. ആയത്തെങ്ങനെ? അങ്ങനെയല്ലേ മോനെ? എങ്ങനെയാണ് ആയത്തിന് എടുത്തു നോക്കാം. അൽ-ബഖറ 145. എങ്ങനെ അല്ലാഹു യഖ്ബിലു വയബ്സുതു
വഇലൈഹി തുർജഊൻ. നല്ല രസകരമായ കാര്യമാണ്. ഓതുക, തുടക്കം മുതൽ. ഖർദൻ ഹസനൻ ഫയുളാഇഫു അദ്ആഫൻ കസീറ വല്ലാഹു യഖ്ബിദു വയബ്സുതു. അത് ആ ഭാഗം 245 അവസാന ഭാഗം. വല്ലാഹു അല്ലാഹു തആല യഖ്ബിദു ഞെരുക്കം തരും, വയബ്സുതു വിശാലതയും തരും. ആദ്യം പറഞ്ഞത് എന്താ? ഞെരുക്കം. എൻ്റെ റബ്ബാണ് തരുന്നത്, ബോധം വേണം, എൻ്റെ റബ്ബാണ് തരുന്നത്. അല്ലാതെ മൂത്തമ്മ സേർ ചെയ്തുകൊണ്ട് എനിക്ക് ഞെരുക്കം വരില്ല. മൂത്തമ്മ ഒരു നിമിത്തം മാത്രം. മനസ്സിലായോ? ഇന്ന് രാവിലെ പിന്നെ ഇന്ന് രാവിലെ വണ്ടി എടുത്ത് ഇങ്ങനെ പോരുമ്പോൾ അയൽവാസിൻ്റെ വീട്ടുപടിക്കലോട് പോകുമ്പോൾ പോലെ 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 നല്ല ആട്ടിൻ്റെ ലിവറും നല്ല 1-ാം നമ്പർ ചൂടുള്ള വെള്ളപ്പം ഇങ്ങനെ ചുട്ടിങ്ങനെ തന്ന്. അപ്പം ഈ വണ്ടിയൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു പോരുമ്പോൾ മുഴുവൻ മോൻ്റെ പെണ്ണുങ്ങളി പോരിച്ച പറയാം. അല്ലെങ്കിലും ആ ഓൻ്റെ പെണ്ണുങ്ങളും ഓളും അവിടെ നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടിരുന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓൻ വലിയ അയൽവാസി, ഓൻ നല്ലവനാ, ഓൻ നല്ല മനുഷ്യനാണ്. ഇവൻ നന്നായതല്ല. നീ ഓൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും നിനക്ക് ഇന്ന് രാവിലെ ആട്ടിൻ്റെ ലിവറും ചൂടുള്ള വെള്ളപ്പം തരാൻ അള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പറയട കുട്ടി ഇട്ടു. അത് ഏതോ ബ്രിട്ടീഷുകാരൻ ഇതുവരെ ടൂറിസ്റ്റ് പോകുമ്പോൾ ഓൻ അവിടെ ഓവാലത്തെ മക്കൻ്റെ കല്ലുമ കുത്തിരുന്നാണ്ട് ഇതിങ്ങനെ തുറന്നാട് തിന്നാൻ തുടങ്ങിയപ്പോൾ കമൺ ഓനെ അവിടെ ഓൻ സ്കോട്ട്ലൻഡിൽ നിന്നാണ് വരുന്നത്. എന്നാലുണ്ടോ അള്ള തീരുമാനിച്ചാൽ. അല്ലാതെ ഓൻ്റെ ഓള് നന്നായിട്ടല്ല ഇശ മുണങ്ങിയത്. ആര് തന്നതാണ്? അല്ലാഹു. അല്ലാഹു സമയത്ത് ഒന്നൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പെണ്ണുങ്ങൾ പിന്നെന്ന് വിളിച്ചു, നിങ്ങൾ എവിടേക്കാ പോണേ? അപ്പോൾ ചൂടായി. ഒരു ബൈക്ക് പോകുമ്പോൾ ബാക്കിന്ന് വിളിക്കത് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നെയാണല്ല ഞാൻ പെണ്ണ് വന്ന് ഉറപ്പിച്ചത്. പഠിച്ചോനെ എനിക്ക് വന്നൊരു നഷ്ടം. ഓള് ബാക്കിന്ന് വിളിച്ചത് കൊണ്ടാണ് ഇന്ന് തിന്നാൻ കിട്ടാതെ. അന്ന് വൈകുന്നേരം തിരിച്ചെന്നിട്ട് പിന്നെ ആ റൂമിൽ തന്നെ കടന്നാൽ തന്നെ കട്ടില് തിരിച്ചു. നിൽക്കെന്താ മനുഷ്യ തേള് കുത്തി മാതിരി ഒന്നുമില്ല. എൻ്റെ മുഖം ഒന്നും കൂടി കണ്ടാല് നാളെ രാവിലത്തെ നാസ്തി മുടങ്ങും. അതുകൊണ്ടാണ് ഇന്നൊരു മുറുക്ക് വെള്ളം കിട്ടിയില്ല. ഓളല്ലടാ നമുക്ക് മുടക്കിയത്. ആരാണ്? അല്ലാഹു. വല്ലാഹു യഖ്ബിദു ഞെരുക്കം ആര് തരും? അല്ലാഹ്. വയബ്സുതു വിശാലതയും ആര് തരും? അല്ലാഹ്. ഇതാണ് മുഅ്മിൻ. അല്ല നിസ്കരിച്ചിട്ട് മുഅ്മിനാവില്ല. മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്നേ ഉള്ളൂ. അതാ മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ നേരെ എതിരെ വായിക്കുക. നമ്മളൊക്കെ എതിരെ വായിക്കുക. മനസ്സിലായില്ലേ? നിസ്കരിച്ചുകൊണ്ട് ഇന്ന് വരെ ഒരാൾ മുഅ്മിനായിട്ടില്ല. അത് ഫുറോയാ കാര്യം. ഫുറോയാ കാര്യം എങ്ങനെ അസ്ലിയാ കാര്യം ഉണ്ടാവുക? മുഅ്മിനീങ്ങൾ നിസ്കരിക്കും, മുഅ്മിനല്ലാത്തവർ നിസ്കരിക്കും. മുഅ്മിനീങ്ങൾ നിസ്കരിക്കും, മുഅ്മിനല്ലാത്തവർ നിസ്കരിക്കും. മുഅ്മിൻ എന്നൊരു മുതലല്ലേ? ഹസനുൽ ബസ്രി തങ്ങളോട് ചോദിച്ചു, അൻത മുഅ്മിനുൻ? ലാ അദ്രി. യാ സുബ്ഹാനല്ലാഹ്, നീ എന്താ പറയാനുള്ളത്? എഴുതിച്ചോളി. ഖീല ലി ഹസനുൽ ബസ്രി അൻത മുഅ്മിനുൻ? ഫഖാല ലാ അദ്രി. അൻത തുരീദു അന മിനല്ലദീന آمن بالله وبملائكته وبكتابه وبرسله وباليوم الآخر والقدر خيره وشره من الله. أنت تريد أنا أؤمن بها ولكني لا أدري أنا من الذين خاطبهم ربهم يا أيها الذين آمنوا. يا سبحانه جل وعلا. أنت برني ആരാ പറഞ്ഞ വാക്ക്? ഹസൻ ബസ്രി. അവരാരാ? അത് ആദ്യം പറയാം. അവരാരാ? താബിഈങ്ങളുടെ നേതാവ് സയ്യിദു താബിഈൻ എന്നാര് പറഞ്ഞു? ഇമാം നവവി പറഞ്ഞു. എവിടെയുണ്ട്? ശറഹ് മുസ്ലിമിലുണ്ട്. സയ്യിദു താബിഈന ഫിൽ ഇൽമി, ഇൽമിൽ താബിഈങ്ങളുടെ നേതാവ് ഹസനുൽ ബസ്രി. താബിഈങ്ങളിൽ ഇൽമിന്റെ നേതാവ് ആരാണ്? ഹസനുൽ ബസ്രി. അവരോട് ഒരാൾ ചോദിച്ചു, ഖീല ലി ഹസനിൽ ബസ്രി അൻത മുഅ്മിൻ? ഫഖാല ലാ അദ്രി. നിങ്ങൾ മുഅ്മിനാണോ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇർക്കാറിയില്ല. وأنت تريد أنا من الذين آمن بالله وبملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله تعالى أنا أؤمن بها. അള്ളാഹുവിനെ കൊണ്ട് മലക്കളെ കൊണ്ട് കിതാബ് മുർസലീങ്ങൾ അന്ത്യനാൾ ഖദർ ഇത് വിശ്വസിക്കുന്ന ആളാണോ നിങ്ങൾ എന്ന് ചോദിച്ചാൽ അതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അതാണ് ഞാൻ. ولا أدري أنا من الذين خاطبهم ربهم يا أيها الذين آمنوا. യാ അയ്യുഹല്ലദീന ആമനു എന്ന് റബ്ബ്
റബ്ബ് അഭിസംബോധന ചെയ്ത വിഭാഗത്തിൽ ഞാനുണ്ടോ എന്ന് എനിക്ക് അറിയൂല. ആരാണ് പറഞ്ഞത്? ഹസനുൽ ബസ്രി. അവരാരാ? സയ്യിദുൽ താബിഈൻ. അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നന്നായി. ഇനിയിപ്പോ വിചാരിക്കണ്ട ഹസൻ ബസ്രി മുഅ്മിനായൊന്നും ആയിട്ടില്ല. മുഅ്മിനായതുകൊണ്ട് പറയാൻ കഴിഞ്ഞു. അതേ സമയത്ത് നമ്മൾ പറയാം, നമ്മളോട് ഒരാൾ പറയാണ് എന്ത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ മുഅ്മിനുണ്ടോ അല്ലേ എന്നറിയില്ല എന്ന് പള്ളി കമ്മിറ്റിയിലെങ്ങാനും കൂടിക്കൊണ്ടിരിക്കണ നേരത്തെ മൂല്യര് പറഞ്ഞാൽ അന്നാ മൂല്യര് പിരിച്ചുവിടും. 25 കൊല്ലത്തിന്റെ വാപ്പാന്റെ കാലത്ത് വരെ ഞാൻ മെമ്പറായി, വാപ്പ മരിച്ചപ്പോൾ പ്രസിഡന്റ് ആയാണ് ഞാൻ. എന്നിട്ട് ഞാൻ മുഅ്മിനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു മുന്നന്ന് തിരിച്ചു. മനസ്സിലായി? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹസൻ ബസ്രി അങ്ങനെ പറയാം, റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാൻ കാരണം എന്താ? അവർ മുഅ്മിനാണ്. അല്ലാഹു നമ്മളെ മുഅ്മിനാക്കി തരട്ടെ. അല്ലാഹു മുഅ്മിനാക്കി തരട്ടെ. അപ്പൊ ഇവിടെ ഉത്തരവാദിയെ കണ്ടുപിടിക്കി. അല്ലാഹു യഖ്ബിലു, ഞെരുക്കം തരുന്നവൻ ആരാ? അല്ലാഹു. വയബ്സുതു, വിശാലത തരുന്നവനും അല്ലാഹു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്, കച്ചവടം പൊളിഞ്ഞു പോയി. പിന്നെ മനസ്സിലായി കച്ചവടം പൊളിഞ്ഞത് നന്നായി. എന്തുകൊണ്ട്? കച്ചവടം പൊളിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിന്ന് ഭയങ്കര ബിസിനസ് മാനായി മാറും. അപ്പോൾ 272 പോയിട്ട് ഒരു ക്ലാസ് എടുക്കൂല. കാരണം നേരം വിളിത്താൻ അവിടേക്ക് വിളിക്കാണ്ടാവും. ലണ്ടനിലേക്ക് വിളിക്കുക, അവിടേക്ക് ഇപ്പോട്ടെ ഭയങ്കര എക്സ്പോർട്ടിങ്, ഭയങ്കരം ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ്, ഭയങ്കരം പണിയും അതും മാനേജറും ഇതും. നമ്മൾ ക്ലാസ് നിശ്ചയിച്ചാൽ തന്നെ ഒരു ക്ലാസ് എടുക്കും, രണ്ടാമത്തെ ക്ലാസ്സിനാണെങ്കിൽ ലേശം നേരം വെക്കുക. ഈ ക്ലാസ് ഇങ്ങനെ നടക്കാൻ കാരണം അതിന് സമയം നിശ്ചയിച്ച സമയത്ത് കൃത്യമായി നടക്കണ്ട. എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ ഭാര്യയുടെ അമ്മ മരിച്ചിട്ടും എൻ്റെ അമ്മ മരിച്ചിട്ടും ഈ ക്ലാസ് മുടങ്ങിയിട്ടില്ല, മുടങ്ങൂല ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ സഹായത്താൽ. എന്തുകൊണ്ട്? നമുക്ക് അങ്ങനത്തെ ബിസിനസ് ഇല്ല. ബിസിനസ് ഉണ്ടായാലോ മുടങ്ങും. അപ്പൊ എന്തേ അതെന്താ? ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമായി തോന്നും, നിങ്ങൾ കച്ചവടം പൊളിഞ്ഞല്ലോ, ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹം തോന്നും, വലിയ സന്തോഷം, പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഷർറാവും. അല്ലാഹു യഖ്ബിലു അൽ-ബഖറ 245. അല്ലാഹു വാവില്ലേ മോനെ? വല്ലാഹു വാവല്ലേ? വല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. നിങ്ങൾക്ക് ഞെരുക്കം തരുന്നവൻ അല്ലാഹുവാണ്. ആദ്യം പറഞ്ഞത് വിശാലതയല്ല, ആദ്യം പറഞ്ഞ എന്താ? ഞെരുക്കം തരുന്നവൻ അല്ലാഹുവാണ്. വയബ്സുതു, വിശാലത തരുന്നവൻ അല്ലാഹുവാണ്. വഇലൈഹി തുർജഊൻ, അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. പേടിക്കണ്ട. കടം വീടണേ കടം വീടില്ല. മരിക്കണവരെ കരഞ്ഞു, ആ രാത്രിയും കരഞ്ഞു. നേരത്തെ അതുകൊണ്ട് ആ രാത്രിയും കരഞ്ഞു. കരഞ്ഞ രാത്രിന്റെ പിറ്റേത്തെ പകലാണ് മരിക്കണത്. പിറ്റേ ദിവസം നാട്ടുകാർ കടം വീട്ടി, അല്ലെങ്കിൽ കുടുംബം വീട്ടി, മക്കള് വീട്ടി. അപ്പൊ കടമില്ലാതാവും ചെയ്തു. അവസാനത്തെ രാത്രി കാര്യം ചെയ്തു. അതേ സമയത്ത് കടക മുഴുവനാണ് വീട്ടി. പിറ്റേ ദിവസം മക്കളി മരക്കളൊക്കെ വിളിച്ചാണ് പറഞ്ഞ് ഞമ്മക്ക് വലിയൊരു പാർട്ടി നടത്തണം. കാറ്റം പിടിക്കണ വാപ്പക്ക് ഒരു പേര് എല്ലാരും വന്ന് മന്തിയും കുന്തിയും വെച്ച് നല്ല 4 സിനിമ പാട്ടൊക്കെ പാടി തൊടമലൊക്കെ ഇങ്ങനെ കൊട്ടി അങ്ങനെ കൊട്ടി പൊളിച്ച് അന്ന് മൂപ്പർക്കൊരു ചെറിയ വേദന ഉണ്ടായി. അപ്പൊ ആളുകൾ പറഞ്ഞു അത് വായുവിന്റെ സോക്കണേക്കും, ഗ്യാസ് ഇടക്കിടക്ക് വാപ്പാക്ക് ഉണ്ടാണതാണ്. വാപ്പ നേരം പറഞ്ഞില്ല, സിനിമ പാട്ടും കൊട്ടി കണ്ട് മൂപ്പര് ഇന്ന പൈത്തൻ അന്തസാക്കിനോജല്ലാണ്ടല്ല മൂപ്പര് മരിച്ചത്. മൂപ്പര് ഒരാളെ കണ്ടു ഞാൻ എന്ന പാട്ടും പാടിയാണ് മൂപ്പര് മരിച്ചത്. അപ്പൊ നന്നായത് എന്തേ? അപ്പൊ അത് നാശായി. എന്ത്? മരിക്കണീന്റെ ഒരു ദിവസം മുമ്പ് പറയാനായി കടം വീടി. അപ്പൊ നമ്മളെപ്പോഴത്തോൾക്ക് നല്ലത് മയ്യത്തിന് കടണ്ടാനാണ്. എന്നിട്ട് ഒരാൾ വീട്ടുക. അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. എന്തേ? വല്ലാതെ കളിക്കൂല. നീ കടക്കാരൻ വരുമ്പോഴും ഓൻ കരഞ്ഞോണ്ട് ദ്വാരക്ക പഠിച്ചോനെ കടം വീട്ടണേ. കടക്കാരൻ വരുന്ന സമയത്ത് അവരെ വീട്ടില് സിനിമ പാട്ടും പൊട്ടുവാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ചീച്ചാതിക്കൂതരവിട എന്റെ കുട്ടികളെ പൊരി വെയിലെത്ത. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിച്ചൊന്നല്ല കാര്യം, ഒക്കെ നമുക്ക് ഗുണയിരിക്കും. അല്ലാഹു യഖ്ബിലു, ഞെരുക്കം തരുന്നവൻ അല്ലാഹുവാണ്. വയബ്സുതു, വിശാലത തരുന്നവൻ അല്ലാഹുവാണ്. അവൻ ഖാബിലുമാണ്, ബാസിത്തുമാണ്. അല്ലാഹു രണ്ടും നമുക്ക് തരട്ടെ. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. ആദ്യം ഉസ്ര. ഉസ്ര എന്താ? ഞെരുക്കം. യുസ്ർ എളുപ്പം. ഇന്ന മഅൽ
ഉസ്രി യുസ്ര. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഈ രണ്ട് വാക്കിലും ആദ്യം എന്താ മുന്തിച്ച്? പറ. എളുപ്പമുണ്ടായ പിന്നെ ഞെരുക്കുണ്ടാവും എന്നല്ല പറഞ്ഞേ. ഞെരുക്കാണ് ആദ്യം ഉണ്ടാവുക, പിന്നെ എന്തുണ്ടാവും? എളുപ്പമുണ്ടാവും. തൗഫീഖ് തരട്ടെ. മരിക്കണ ചിലപ്പോ കടം വിടൂല, മരിക്കണം വിടൂ. ആയിക്കോട്ടെ, ഹജ്ജിനൊക്കെ വേണ്ടി മരിച്ചു കഴിഞ്ഞ് ഹജ്ജിനും കൂടി കടം വീടി ഹജ്ജിന് പോകണമെന്ന് വിചാരിച്ചു, കടം വീടിയില്ല. ഹജ്ജിന് പോയില്ല. ഹജ്ജ് പിറ്റേ ദിവസം തന്നെ അടുത്ത കൊല്ലത്തിന് പോകാൻ കുടുംബം ഒരാളെ നിശ്ചയിച്ചു. ഹജ്ജിന്റെ കടം ഒരാൾ വീട്ടി, നാട്ടിലെ കടവും വീട്ടി. ഒന്നാഹത്തായി എന്തേ അങ്ങനെ ആയിക്കൂടെ? പറേ പഠിച്ചോനെ, നിന്റെ അറഫ കണ്ട് മരിക്കണേ ദ്വാരുന്നു. എല്ലാ അറഫക്കും ദ്വാരുന്നു. അപ്പോൾ നിയ്യത്ത് കൊണ്ട് ഒരഹുബത്തും ഫിൽ ഖൈരി ഖൈറുൻ, ഖൈറിൽ ആഗ്രഹിക്കൽ തന്നെ ഖൈറാണ്. അപ്പൊ എല്ലാ അറഫയിലും ഓൻ അവിടെ പങ്കെടുത്തവനായി. മനസ്സിലായില്ല? അറഫയിലെ മൈതാനം കണ്ടില്ല എന്നേ ഉള്ളൂ. എല്ലാ അറഫയിലും അവനവിടെ ഉണ്ട്. കാരണം നിയ്യത്തിലുണ്ടല്ലോ. നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്തിനാണ് പ്രാധാന്യം എന്തിനേക്കാൾ. പറ, ആരാത് വാക്ക്? ഈ വാക്കാർ പറഞ്ഞ നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലിഹി എന്ന വാക്കാർ പറഞ്ഞ ഞാൻ ഇവിടുന്ന് ആര് പറഞ്ഞ? അതാര് പറഞ്ഞ? പറയേണ്ട ആള് പറഞ്ഞു. ആര്? മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ കുട്ടി. നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അമലിനേക്കാൾ പ്രധാനം എന്താണ്? നിയ്യത്ത്. എന്റെ കയ്യിൽ പൈസ കിട്ടിയെങ്കിൽ എനിക്കൊരു പള്ളിയിൽ കയറുന്നു, പൈസ കിട്ടിയില്ല, പള്ളിയിൽ തോന്നില്ല, എന്നാ ഒരു പള്ളിയിലത്തെ കൂലി എനിക്ക് കിട്ടും. എന്തുകൊണ്ട്? നിയ്യത്തുണ്ട്. എന്റെ കയ്യിൽ പൈസ കിട്ടിയിട്ട് വേണം ഈ നാട്ടിലെ 10 ആളെ കടം വീട്ടാൻ. പഠിച്ചോനെ കടം പൈസ കിട്ടിയില്ല, കടോട്ട് വീട്ടിയതുമില്ല, ആരുടേതും കൂലിട്ടി. എന്റെ കയ്യിൽ പൈസ കിട്ടിയാണ് 10 കുട്ടികളെ കെട്ടിക്കാൻ, പൈസ കിട്ടിയില്ല. പക്ഷെ എന്തുണ്ടായി? കൂലിട്ടി. എന്തുകൊണ്ട്? നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലിഹി. അമലിൽ പേക്കും. നിയ്യത്ത് എങ്ങനെ വെക്ക? നിയ്യത്ത് കാലിസത്തായ മതി. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഹജ്ജിന് പോയ കൂലി കിട്ടിയ ഹജ്ജ് നിയ്യത്തുണ്ടായ മതി. നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലിഹി. അപ്പോൾ മരിക്കുന്നത് വരെ ഒരാൾക്ക് ഞെരുക്കം തീർന്നില്ല, ഒരു പ്രശ്നമല്ല. അവനെ നല്ലവനായി മരിപ്പിക്കണം എന്ന് ആരുടെ ആഗ്രഹമാണ്? അല്ലാഹു യഖ്ബിറു വയബ്സുതു വഇലൈഹി തുർജഊൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അപ്പൊ സിബി അന്വേഷണത്തിൽ യഥാർത്ഥ ആളെ നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? എന്തിനാ അത് റബ്ബ് ചെയ്ത്? ഞാൻ നന്നാകണം. എന്റെ പോക്കറ്റിൽ നിറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാൻ കുതിര വിടും. അവൻ ഞങ്ങളെ ഒതുക്കണം റബ്ബിന്, എന്നിട്ട് ഞാൻ നന്നാക്കണം. അവൻ എന്നോട് ചെയ്ത റഹ്മത്താണ്. അള്ളാഹു നമ്മളോട് കാണിക്കുന്നതൊക്കെ അവൻ നമ്മളോട് കാണിക്കുന്ന കരുണയാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ്. അൽ ഫാത്തിഹ.